എല്ലാവരും രാമക്കൽമേട് പോയിട്ടുണ്ടെങ്കിലും തലക്കോട്, മുള്ളരിങ്ങാട്, വെള്ളക്കയം, പട്ടയക്കുടി, വെൺമണി, കാൽവരിമൗണ്ട്, കട്ടപ്പന, പുളിയന്മല, രാമക്കൽമേട് ആരും പോയിട്ടുണ്ടാവില്ല. ആരും പോകാത്ത വഴികളിലൂടെ കാറ്റിന്റെ പറുദീസയായ രാമക്കൽമേട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കോതമംഗലത്ത് നിന്നും ആരംഭിച്ച് തലക്കോട്, മുള്ളരിങ്ങാട്, വെള്ളക്കയം വഴി കാൽവരി മൗണ്ടും കണ്ട് രാമക്കൽമേട്ടിലെത്തി കാറ്റാടിപ്പാടവും കിടിലൻ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ഉൾപ്പെടുന്ന KSRTCയുടെ ഒരടിപൊളി ഉല്ലാസയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാറ്റിന്റെ പറുദീസയായ രാമക്കൽമേട്ടിലേക്കുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വെളുപ്പിന് 6 മണിയോടുകൂടി തന്നെ നമ്മൾ ഇവിടെ എത്തിയായിരുന്നു. 7 മണിയോടുകൂടിയാണ് ട്രിപ്പ് കോതമംഗലം ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. KSRTCയുടെ ജംഗിൾ റൈഡറിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര. 1140 രൂപയാണ് ഈ ട്രിപ്പിന് ഈടാക്കുന്നത്. ഈ യാത്രക്കിടയിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. 7:30 തന്നെ നമ്മൾ പോന്നുക്കലിലെത്തി. ഇവിടുത്തെ ന്യൂ താജ് ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിരുന്നത്. വെള്ളയപ്പവും ഇഡ്ഡലിയും അടങ്ങുന്ന ബ്രേക്ക്ഫാസ്റ്റ് മെനുവാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയായി. മറ്റെല്ലാ ട്രിപ്പുകളെ പോലെ തന്നെ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്തും പരിചയപ്പെട്ടും എല്ലാവരും ഒന്ന് സെറ്റായി. അങ്ങനെ നമ്മൾ തലക്കോട് മുള്ളരിങ്ങാട് ഫോറസ്റ്റിലേക്ക് കടക്കുകയാണ്. ചെറുതും വലുതുമായ അപൂർവ ഇനം മരങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ കേരളത്തിലെ ശാന്തവും നിത്യഹരിത ഭംഗിയും നിറഞ്ഞ വനപ്രദേശമാണിത്. നമ്മൾ പോകുന്ന വഴിയിലൂടെ എല്ലാം ഫെൻസിങ്ങുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു കാലത്ത് പത്രങ്ങളിൽ ആനശല്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു ഏരിയയാണിത്. നമുക്ക് ഈ റൂട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അതിരപ്പള്ളി മലക്കപ്പാറയുടേത് പോലെയുള്ള ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഫീൽ ചെയ്യും. കാരണം അതേ പച്ചപ്പും തണുപ്പും മൃഗങ്ങളുടെ ഡെൻസിറ്റിയും അങ്ങനെ എല്ലാം ഇവിടെ തന്നെയുണ്ട്. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത് തന്നെ കാട്ടാന ഫെൻസിങ് തകർത്തിരിക്കുന്നു, ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നാട്ടുകാർ ഈ പറയുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് നോക്കിയെങ്കിലും ആനയൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ഈ യാത്രയിൽ എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഒന്ന് കോതമംഗലം സ്റ്റേഷൻ മാസ്റ്ററായ രാജീവ്. അദ്ദേഹം തന്നെയാണ് ഈ ബസ് ഓടിക്കുന്നത്. ആളുടെ ഫാമിലിയും ഈ ട്രിപ്പിലുണ്ട്. രണ്ടാമത്തെ ആളാണ് ട്രിപ്പിന്റെ കോർഡിനേറ്ററായ നമ്മുടെ ജെയ്സൺ ചേട്ടൻ. ആളാണ് ഈ ട്രിപ്പിനെ കൂടുതൽ മനോഹരമാക്കിയത്. അതിന്റെ കാരണം ഈ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ നമ്മുടെ യാത്ര മലയോര പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നല്ലൊരു വ്യൂ പോയിന്റായി വരുന്നിടത്താണ് നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ സ്റ്റോപ്പായി നിർത്തുന്നത്. നല്ല കൂറ്റം പാറയും ചുറ്റും കൃഷിഭൂമികളും അതിനിടയിലായി നിറഞ്ഞൊഴുകി വരുന്ന ചോലകളും കാണാൻ നല്ലൊരു ഫീൽ തന്നെയാണ്. ഈ സീനറിയിൽ നമ്മുടെ KSRTCയെ ബാക്ക്ഗ്രൗണ്ട് ആക്കി നിർത്തി ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാവരും ഹാപ്പി മൂഡിലായി. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കോതമംഗലം യൂണിറ്റിൻ്റെ ഒരു പുതിയ ട്രിപ്പാണ് രാമക്കൽമേട്, മുള്ളരിങ്ങാട്, വെള്ളക്കയം, പട്ടയക്കുടി, ഇടുക്കി ഡാം, കാൽവരി മൗണ്ട് ഉൾപ്പെടുന്ന രാമക്കൽമേട് ട്രിപ്പാണ്. ആദ്യത്തെ ട്രിപ്പാണ്. ഏകദേശം 4 വർഷത്തോളമായി കോതമംഗലം യൂണിറ്റിൽ നിന്ന് ഉല്ലാസയാത്ര ട്രിപ്പുകൾ നടത്തി വരുന്നു. ഓരോരോ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും രാമക്കൽമേട് പോയിട്ടുണ്ടെങ്കിലും തലക്കോട്, മുള്ളരിങ്ങാട്, വെള്ളക്കയം, പട്ടയക്കുടി, വെൺമണി, കാൽവരിമൗണ്ട്, കട്ടപ്പന, പുളിയന്മല, രാമക്കൽമേട് ആരും പോയിട്ടുണ്ടാവില്ല. ഈ ഒരു വഴി അധികം യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. നല്ലൊരു കാഴ്ചയ്ക്കുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വിജയം അത് തന്നെയാണ്. വെറൈറ്റി വഴിയിലുള്ളൊരു വഴിയായി തിരഞ്ഞെടുത്ത വഴിയാണ് ഇപ്പോൾ രാമക്കൽമേട് ഈ വഴി. അങ്ങനെ നമ്മുടെ ട്രിപ്പ് വീണ്ടും തുടരുകയാണ്. ജെയ്സൺ ചേട്ടന്റെ പാട്ടും സ്റ്റെപ്പ് ഇടാൻ കോതമംഗലത്തെ ഒരു കൂട്ടം ഫ്രണ്ട്സും കൂടെ മുന്നിട്ടിറങ്ങിയപ്പോൾ ബസ് നല്ല വൈബിലായി. സത്യം പറഞ്ഞാൽ KSRTCയുടെ ടൂറിസത്തിന് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഒരേ ഒരു സ്റ്റേഷൻ മാസ്റ്ററേ ഉള്ളൂ. അതാണ് നമ്മുടെ ഈ രാജീവേട്ടൻ. ആ കാര്യം കൂടി അറിഞ്ഞപ്പോൾ യാത്രക്കാരായ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രൗഡ്ഫുൾ മൊമെന്റായി ഈ ട്രിപ്പ് തോന്നി. വെൺമണിയിലെ മനോഹരമായ ഒരു ഇടവക ദേവാലയത്തിന്റെ മുന്നിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അടുത്തതായി നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് വെൺമണി ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിനടുത്തുള്ള വെൺമണി വ്യൂ പോയിന്റിലാണ്. ചുറ്റും
മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു വ്യൂ പോയിന്റാണിത്. ഈ റൂട്ടിലൂടെ വരുന്ന സഞ്ചാരികളുടെ ഒരു മെയിൻ അട്രാക്ഷൻ ഏരിയയാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി അണക്കെട്ടിന്റെ കാച്ച്മെന്റ് ഏരിയയും ഇടുക്കി റിസർവോയറിന്റെ മനോഹരമായ ഒരു ദൂരക്കാഴ്ചയും കാണാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അകലെ മലമുകളിലായി ഒരു മുനിയറയും കൂടി കാണാൻ സാധിക്കും. നമ്മൾ ഈ നടന്നു പോകുന്നത് ഒരു പാറ കാണാനായിട്ടാണ്. ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ പാറയുള്ളത്. വെൺമണി പാറ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒറ്റക്കല്ല് പിളർന്ന രീതിയിലുള്ള ഒരു കൂറ്റൻ പാറയാണ്. ഇവിടെ വരുന്നവരെല്ലാരും മറക്കാതെ എത്തുന്ന ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണിത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിലെല്ലാം തന്നെ ഇടുക്കിയുടെ മനോഹാരിത കാണിക്കുന്ന മലഞ്ചെരുവുകൾ കാണാനാവും. പോകുന്ന വഴി കണ്ട ഒരു വെള്ളച്ചാട്ടമാണിത്. ഇടുക്കി ഡാം വ്യൂ പോയിന്റിന് മുമ്പുള്ള ഈ പ്ലേസ് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ഡാം വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ ഒരു 20 മിനിറ്റ് ചായ കുടിക്കാനും വ്യൂ പോയിന്റ് ആസ്വദിക്കാനും നമുക്ക് സമയമുണ്ട്. ഇതാണ് വ്യൂ പോയിന്റിന്റെ വിഷ്വൽസ്. മരച്ചില്ലകളാലും ടവറിന്റെ മറവിലും ഈ വ്യൂ പോയിന്റിന്റെ ശരിയായ ഭംഗി അങ്ങോട്ട് എടുക്കാനായില്ല. ആ കാണുന്ന മലകൾക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യപ്രകാരം ഒരു കാലത്ത് ജീവിച്ചിരുന്ന കുറവനും കുറത്തിക്കും ദൈവശാപം മൂലം മലകളായി മാറിയ മലകളാണത്രേ ഇവ രണ്ടും. ഒരു സ്ഥലത്ത് ആഴമേറിയ താഴ്വരകളും മറുവശത്ത് മലനിരകളും, അങ്ങനെ ഒരേ സ്ഥലത്ത് നിന്ന് രണ്ട് വേറിട്ട ലാൻഡ്സ്കേപ്പുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു നാച്ചുറൽ ഹണിയുടെ ഷോപ്പാണിത്. ഹൈ റേഞ്ച് ഹണി. തേനും തേനിൻ്റെ ബൈ പ്രൊഡക്റ്റുകളും അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതിനുള്ളിൽ ആയുർവേദ പച്ചമരുന്നുകൾ ചേർത്തുകൊണ്ട് തേൻ എന്ന് പറയുന്ന സാധനം ഇത് ഗ്ലൈക്കോജനായി മാറിയ സാധനമായതുകൊണ്ട് ഇതിനുള്ളിൽ ചേർന്നിരിക്കുന്ന കണ്ടൻറ്റ് നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ട് കലരുകയും അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് നേരിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. തേനിൻ്റെ ബൈ പ്രൊഡക്ട്സ് മാത്രമല്ല, പ്രകൃതിദത്തമായ തേയിലപ്പൊടിയും സ്പൈസസും ചോക്ലേറ്റും പലതരം ജ്യൂസുകളും ഈ കടയിൽ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ടീ ബ്രേക്കും ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഇടുക്കിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന കാൽവരി മൗണ്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും ക്ലൈമറ്റ് ടോട്ടലി മാറുന്നത് നമുക്ക് കാണാം. കോടമഞ്ഞും കാറ്റും മഴയും. എന്നാൽ ഇതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. ഒരു പ്രത്യേക സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കമാനം കാണാം. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ വരുന്നത്. അഡൽറ്റിന് 40 രൂപയും ചിൽഡ്രൻസിന് 20 രൂപയും, വാഹനങ്ങൾക്കനുസരിച്ച് പാർക്കിംഗ് ഫീസ് വേറെയും ഉണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കാണാം. വരും തലമുറകൾക്കും ഈ ഭംഗി കാലാകാലം കാത്തു സൂക്ഷിക്കാൻ ആ അറിയിപ്പുകൾ പാലിക്കാൻ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു ഗാർഡനിലൂടെയാണ് നമ്മൾ നടന്നു കയറുന്നത്. ഒരു മഴ മാറി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് കൂടുതൽ ആസ്വദിച്ച് കാൽവരി മൗണ്ടിലേക്ക് കയറാനായി. കട്ടപ്പനയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ് ഈ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വരുന്നത്. ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി നല്ല സുഖമുള്ള തണുപ്പാണ്. മഴക്കാലത്താണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം. പച്ച പുൽമേട്ടിലൂടെയുള്ള ഈ ഒരു നടത്തം പ്രത്യേക രസം തന്നെയാണ്. വ്യൂ പോയിന്റിലേക്ക് എത്തിയാലുള്ള കാഴ്ചകൾ പറഞ്ഞറിയിക്കാനാവില്ല. ഇടുക്കി റിസർവോയറിന്റെയും ചുറ്റുപാടുമുള്ള മലകളുടെയും കാടിന്റെയും മഞ്ഞുമൂടിയ ആകാശത്തിന്റെയൊക്കെ ഒരു കാഴ്ച എന്താ രസം എന്നറിയോ. പിന്നെ ഒരു കാര്യം
നമുക്കറിയാം, നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് തവണ കാഴ്ചകൾ കോടമഞ്ഞ് മറയ്ക്കുന്നതും വീണ്ടും തെളിഞ്ഞു വരുന്നതുമായ സ്പെഷ്യൽ മൊമെന്റുകൾ കൂടുതൽ നമ്മളെ ആവേശം കൊള്ളിച്ചു എന്ന് പറയാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഇനി നമുക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാവാം യാത്ര. ഉച്ചഭക്ഷണത്തിനായി കട്ടപ്പനയിലെ പെരിയാർ കഫേയിലേക്കാണ് നമ്മൾ പോകുന്നത്. മീൻകറിയോട് കൂടിയിട്ടുള്ള നാടൻ മീൽസ് ആയിരുന്നു ഇവിടുത്തെ ഉച്ചഭക്ഷണം. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സുരക്ഷാ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. പാലം അപകടാവസ്ഥയിലാണെന്നും ഒരേ സമയം 25 പേരിൽ കൂടുതൽ ഒരുമിച്ച് കയറരുത് എന്നതൊക്കെയാണ് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഈ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണിത്. 200 മീറ്ററാണ് ഇതിൻ്റെ ഏകദേശ നീളം വരുന്നത്. പെരിയാറിൻ്റെ കുറുകയായി നിർമ്മിച്ച ഈ പാലം കാഞ്ചിയാർ, അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പാലത്തിനടുത്തായി തന്നെ ഒരു പുരാതന അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതാണ് ഈ പേര് വരാനുള്ള കാരണം തന്നെ. ഡാമിന്റെ ജലനിരപ്പ് പൊങ്ങുമ്പോൾ ഈ ക്ഷേത്രം മുഴുവനായും വെള്ളത്തിനടിയിലാവും അത്രേ. പാലത്തിന് ചുറ്റുപാടും ഓരോരോ കാഴ്ചകളാണ്. ഒരു ഭാഗത്ത് ചെറിയ ചങ്ങാടങ്ങളിലും തോണിയുമായി മീൻ പിടിക്കുന്നവരെ കാണാം. മറ്റൊരു ഭാഗത്ത് പാലത്തിന് ചുറ്റുമുള്ള പച്ചപ്പിന്റെ സീനറിയിലേക്ക് നമ്മുടെ ആനവണ്ടിയുടെ എൻട്രി കൂടിയായാൽ എന്താല്ലേ ഫ്രെയിം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിൽ കയറി പാട്ടും മേളവും ഒക്കെ ആയി ഇനി നമ്മൾ നേരെ പോകുന്നത് രാമക്കൽ മേട്ടിലേക്കാണ്. രാമക്കൽ മേട്ടിൽ നിന്നും ആദ്യം കാറ്റാടിപ്പാടത്തേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് റൈഡാണ് നമുക്കായി സജ്ജീകരിച്ചിരുന്നത്. ഇതും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഒരു ജീപ്പിൽ 6 പേരെ വീതം 7ഓളം ജീപ്പിലായിരുന്നു നമ്മുടെ ഈ യാത്ര. നമ്മുടെ KSRTC ഉല്ലാസയാത്രയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി കൂടി ഒരുമിച്ചപ്പോൾ ട്രിപ്പ് അടിപൊളിയായി. അപൂർവം ചില ട്രിപ്പുകളിലാണ് ഇങ്ങനെയൊന്ന് ഒത്തുകിട്ടുക എന്ന് മാത്രം. കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ആ ഹാപ്പിയിലായിരുന്നു. ഇതാണ് കാറ്റാടിപ്പാടം. പേര് പോലെ തന്നെ പടുകൂറ്റൻ കാറ്റാടികളും അതിശക്തമായ കാറ്റുമാണ് കാറ്റാടിപ്പാടത്തേക്കുള്ള സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് രാമക്കൽമേട്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. മണിക്കൂറിൽ ശരാശരി 35 കിലോമീറ്റർ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശാറുള്ളത്. ചില നേരത്ത് അത് 100 കിലോമീറ്റർ മുകളിലും പോകാറുണ്ട്. കാറ്റാടിപ്പാടത്തു നിന്നുള്ള കാഴ്ചകൾ കണ്ട് ഇതേ ജീപ്പിൽ തന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കമ്പം, തേനി തുടങ്ങിയ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുടെ 360 ഡിഗ്രി ആകാശ കാഴ്ച ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. രാമക്കൽമേട് പീക്ക് വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്.
ഐതിഹ്യങ്ങളാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ളത്. ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുമ്പോൾ വിശ്രമിച്ചത് ഇവിടെയാണെന്നും രാമന്റെ കാൽപാദം പതിഞ്ഞത് ഇവിടെയാണെന്നും അതിനാലാണ് രാമക്കൽമേട് എന്ന പേര് വന്നതത്രേ. ഇവിടുത്തെ സൺസെറ്റ് കാഴ്ചയാണ് മെയിൻ ഹൈലൈറ്റ്. ദാ ഇവിടെ നിന്നാൽ ഏതൊരു മലയാളികളുടെ മനസ്സിലേക്കും വരുന്ന ഒരേ ഒരു പാട്ടേ ഉള്ളൂ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഓഫ് റോഡ് സഫാരിയെ കുറിച്ച് പറയുവാണെങ്കിൽ അതത്ര സുഖകരമായിരുന്നില്ല. ഓഫ് റോഡ് എന്ന പരിഗണന പോലും ഇല്ലാതെ ജീപ്പ് റൈസ് പോലുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. നടുവേദന ഇല്ലാത്തവർക്ക് പോലും നടുവേദന വരുന്ന വിധത്തിലുള്ള ഡ്രൈവിങ്. കാരണം നമ്മൾ ഇതിനു മുമ്പും ഓഫ് റോഡ് സഫാരി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറവൻകുറത്തി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നടന്നു കയറുമ്പോൾ ആദ്യം കാണുന്നത് DTPC ഒരുക്കിയിരിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് ഏരിയ ആണ്. പാർക്ക് ഏരിയ കഴിഞ്ഞ് നടന്നു കയറുമ്പോൾ ആദ്യം കാണുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന്റെ പടുകൂറ്റൻ രൂപമാണ്. സിമന്റ് കൊണ്ട് നിർമ്മിച്ച ഈ പടുകൂറ്റൻ ശില്പത്തിനടിയിൽ സഞ്ചാരികൾക്ക് നിൽക്കാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനും സൗകര്യമുണ്ട്. KR ഹരിലാൽ നിർമ്മിച്ച ഈ നിർമ്മിതി 2005 സഞ്ചാരികൾക്കായി പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. ഇതിനോട് ചേർന്നാണ് അടുത്ത സ്റ്റാച്യു. തന്റെ കുഞ്ഞുമായി ഇരിക്കുന്ന കുറവനും കുറത്തിയും അവരുടെ വളർത്തുനായയും അടങ്ങുന്ന പടുകൂറ്റൻ ശില്പം. കുറവൻ കുറത്തി ശില്പത്തിന് പിന്നിൽ ഇടുക്കിയുടെ ചരിത്രത്തോടും ഐതിഹ്യത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കഥകളുണ്ട്. പണ്ട് ഈ മലനിരകളിൽ ജീവിച്ചിരുന്ന കുറവനും കുറത്തിയും ചേർന്ന് സീതാദേവിയെ അന്വേഷിച്ചു വന്ന ശ്രീരാമനെ കാണുകയും ശ്രീരാമന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അവർ തങ്ങളുടെ ജോലി മറന്ന് രാമനെ നോക്കി നിന്നു അത്രേ. ഇതിൽ കോപിഷ്ഠനായ രാമൻ അവരെ ശില്പങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചു. മോക്ഷത്തിനായി അവർ കേണപേക്ഷിച്ചപ്പോൾ നിങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം വരുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നും രാമൻ പറഞ്ഞു അത്രേ. നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറവൻ മലയെയും കുറത്തിമലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡാം വന്നതോടെ അവർക്ക് മോക്ഷം കിട്ടിയെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. പ്രകൃതിയെയും കാടിനെയും സ്നേഹിച്ച ഇടുക്കിയുടെ വികസനത്തിന് അടിസ്ഥാനമായ ഒരു ജനതയോടുള്ള ആദരവായിട്ടാണ് ശില്പി CB ജിനൻ ഇത് നിർമ്മിച്ചത്. അങ്ങനെ രാമക്കൽമേട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഇനി മടക്കയാത്രയാണ്. ടീ ബ്രേക്കിന് ആലുവ ഡിപ്പോയിലെ കണ്ടക്ടറും നമ്മുടെ ജെയ്സൺ ചേട്ടനും കൂടിയുള്ള മത്സര ഗാനത്തോടു കൂടിയാണ് ഈ ഉല്ലാസയാത്ര അവസാനിപ്പിക്കുന്നത്. മായ പെണ്ണേ